ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് 10 കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് 2024. അതിൻ്റെ ആൻസേഴ്സും അതേപോലെ തന്നെ അതിൽ അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? Order of the Druk Gyalpo Award is the highest civilian honor award of which country that was awarded to Prime Minister Modi? So Order of the Druk Gyalpo Award എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ഹയസ്റ്റ് സിവിലിയൻ ഓണർ അവാർഡാണ്. അത് പ്രൈം മിനിസ്റ്റർ മോദിക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇത് ഏത് രാജ്യത്തിൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്? നമ്മുടെ ഭാരതരത്ന പോലെയുള്ള ഒരു ഹയസ്റ്റ് സിവിലിയൻ ഓണർ അവാർഡാണ്. ഏത് രാജ്യത്തിൻ്റെതാണ്? ഡ്രക്ക് ഗ്യാൽപ്പോ. ഏത് രാജ്യത്തിൻ്റെയാണ്? നമുക്ക് ആ വേർഡ് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഡ്രക്ക് ഗ്യാൽപ്പോ ആണെങ്കിൽ ജനറലി ഡ്രക്ക് ഇസ് റിലേറ്റഡ് ടു ഭൂട്ടാൻ. സോ ഭൂട്ടാൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓർഡർ ഓഫ് ദ ഡ്രക്ക് ഗ്യാൽപ്പോ, ഹയസ്റ്റ് സിവിലിയൻ ഓണർ അവാർഡ് ഓഫ് ഭൂട്ടാൻ. ആൻഡ് ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ് ദ ഓർഡർ ഓഫ് ദി ഡ്രാഗൺ കിങ്. സോ ഇത് ഓർഡർ ഓഫ് ദി ഡ്രാഗൺ കിങ് ആണ് ദി ഓർഡർ ഓഫ് ഡ്രക്ക് ഗ്യാൽപ്പോ ആവുന്നത്. Now next, according to the World Happiness Report 2024, which is the happiest country in the world? സോ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 പ്രകാരം ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഏതാണ്? മിക്കവാറും സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ് ആവാറുള്ളത്. ഇപ്രാവശ്യം അതുതന്നെ ഫിൻലാൻഡ് ആണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ട് വരുന്നത്. ഈ ഫിൻലാൻഡ് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ തവണയൊന്നും അല്ല, ഇത് ഇവർക്ക് ശീലമായ കാര്യമാണ്. കാരണം ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് ഫോർ ദ 7th കൺസിക്യൂട്ടീവ് ഇയർ ആണ്. സോ ഏഴാമത്തെ തവണ കൺസിക്യൂട്ടീവായിട്ട് ഏഴാമത്തെ തവണയാണ് ഫിൻലാൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഫിൻലാൻഡിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഡെൻമാർക്ക് വരുന്നുണ്ട്, ഐസ്ലൻഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്വീഡനും വരുന്നുണ്ട്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 126th ആണ്, വിച്ച് ഇസ് നോട്ട് എ വെരി ഗുഡ് പൊസിഷൻ. ഒരു കറക്റ്റ് നല്ല പൊസിഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ആകെ 143 രാജ്യങ്ങൾ മാത്രമാണ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ റാങ്ക് 126th റാങ്ക് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈവൻ ബിഹൈൻഡ് ലിബിയ, ഇറാഖ്, പലസ്തീൻ ആൻഡ് നൈജർ. സോ ഇന്ത്യയെക്കാളും സന്തോഷത്തിലാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലിബിയ, ഇറാഖ്, പലസ്തീൻ ആൻഡ് നൈജർ. ചൈനയുടെ റാങ്ക് 60th റാങ്കാണ്, വിച്ച് ഇസ് ഫാർ അബവ് അസ്. നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് ചൈന. 60th റാങ്കാണ്. നേപ്പാൾ 93, പാകിസ്ഥാൻ 108 ആൻഡ് മ്യാൻമർ അറ്റ് 118. ബട്ട് ശ്രീലങ്കയുടെ റാങ്ക് നമ്മുടെ പുറകിലാണ്, 128. ബംഗ്ലാദേശ് അറ്റ് 129th സ്പോട്ട്. അഫ്ഗാനിസ്ഥാനാണ് ലീസ്റ്റ് ഹാപ്പി കൺട്രി ആയിട്ട് കണക്കാക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരമായിട്ട്. അതേപോലെ തന്നെ ഇതിന് കൂടെ ഒന്നിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്. UN ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് മാർച്ച് 20 അതേപോലെ നമുക്ക് ആദ്യത്തെ 10 റാങ്ക്, വേൾഡിലെ 10 റാങ്ക് കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ദ ടോപ്പ് 10 ഹാപ്പിനെസ് റാങ്കിങ്സ് വേൾഡ് വൈഡ്. ഫിൻലാൻഡ് നമ്മൾ പറഞ്ഞു, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ, ആൻഡ് ദെൻ കംസ് ഇസ്രയേൽ. സ്വീഡൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലാണ്. പിന്നെ നെതർലൻഡ്സ്, നോർവേ, ലക്ഷംബർഗ്, then comes Switzerland and Australia. Top 10 happiness ranking ഏഷ്യൻ കൺട്രീസിൽ വരുന്നത് സിംഗപ്പൂർ, തായ്വാൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, ചൈന ആൻഡ് മംഗോളിയ. ഇതാണ് ടോപ്പ് ഏഷ്യൻ കൺട്രീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Where was the third summit for democracy, an initiative launched by US President Joe Biden in 2021 held in March? സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി, ഈ സമ്മിറ്റ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് മാർച്ച് 2021 ആരാണ് ലോഞ്ച് ചെയ്തത്? US പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് അത് ലോഞ്ച് ചെയ്തത് 2021. ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് തേർഡ് സമ്മിറ്റ് 2024 നടന്നു. ഈ തേർഡ് സമ്മിറ്റ് നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. തേർഡ് സമ്മിറ്റ് എവിടെയാണ് നടന്നത്? ദാറ്റ് വാസ് ഹെൽഡ് ഇൻ മാർച്ചിലാണ് നടന്നത്. ആ തേർഡ് സമ്മിറ്റ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. തേർഡ് സമ്മിറ്റ് നടന്നത് സോളിലാണ്. ആൻഡ് സോൾ എന്ന് പറയുന്നത് സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലാണ് സോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി ഡെമോക്രസി റിപ്പോർട്ട് 2024 ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഓട്ടോക്രറ്റൈസേഴ്സ് ആണ്. ആറുണ്ട്. ഓട്ടോക്രറ്റൈസേഴ്സ് എന്നുള്ളതാണ്. ദി ഡെമോക്രസി റിപ്പോർട്ട് 2024, ഡെമോക്രസി റിപ്പോർട്ട് 2024 പ്രകാരം ഇന്ത്യയെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഓട്ടോക്രറ്റൈസർ എന്നാണ് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ആരാണ്? വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു ഡെമോക്രസി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപ്രകാരം ഇന്ത്യയെ വൺ ഓഫ് ദ വേഴ്സ്റ്റ്
ഓട്ടോക്രറ്റൈസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ദ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡെമോക്രസി റിപ്പോർട്ട് 2024 പെയിൻസ് എ വെരി ഗ്രിം പിക്ചർ. ഗ്രിം എന്ന് പറഞ്ഞാൽ ഗ്ലൂമിയാണ്, അതായത് ഒരു പത്തറ്റിക് ആയിട്ടുള്ളൊരു പിക്ചറാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓഫ് ഇന്ത്യാസ് ഡെമോക്രറ്റിക് ഡിക്ലൈൻ, ഡെമോക്രസി ഡിക്ലൈൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. കാറ്റഗറൈസിങ് ദ കൺട്രി ആസ് ആൻ ഇലക്ടറൽ ഓട്ടോക്രസി ഫോർ ദ 6th കൺസിക്യൂട്ടീവ് ഇയർ. അപ്പം ഇത് കൺസിക്യൂട്ടീവായിട്ട് ആറാമത്തെ തവണയാണ് ഇന്ത്യയെ ഇലക്ട്രൽ ഓട്ടോക്രസി ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ഡെമോക്രസിയാണ് ആവേണ്ടത്, പക്ഷേ ഈ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ആറാമത്തെ തവണയും ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ദറ്റ് മീൻസ് ഡെമോക്രസി ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. ഡെമോക്രസി ഡിക്ലൈൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. ഇപ്പോഴും അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ഫസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ ASTDS ടഗ് ഡെവലപ്ഡ് ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടഗിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ASTDS ടഗ്. സോ ടഗ് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ റിഗ്സിനെയും അതിനെയൊക്കെ വലിച്ചു കൊണ്ടുപോകാനുള്ളതാണ് ഈ ടഗ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ ടഗിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ് പേര്? ഓഷ്യൻ ഗ്രേസ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഈ ഒരു ടഗിൻ്റെ പേര് ഓഷ്യൻ ഗ്രേസ് എന്നാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണല്ലോ, സോ അതുകൊണ്ട് തന്നെ മേക്ക് ഇൻ ഇന്ത്യ ആണ്. ആൻഡ് ASTDS എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ടഗ് ഡിസൈൻ ആണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അപ്രൂവ്ഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടഗ് ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. ഈ ടഗ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫോർ ടോയിങ് ലാർജ് കാർഗോ ഷിപ്പിനെ ടോ ചെയ്യാനോ, അതേപോലെ തന്നെ ഓയിൽ റിഗിനെ ടോ ചെയ്യാനോ, അല്ലെങ്കിൽ അതർ വെസൽസ് മറ്റ് വെസൽസിനെ ലോങ് ഡിസ്റ്റൻസിൽ ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടഗ് എന്ന് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡെവലപ്പ് ചെയ്ത ഈ ടഗിൻ്റെ പേര് ഓഷ്യൻ ഗ്രേസ്. 6th ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെൻ്റ്ലി സെലിബ്രേറ്റഡ് ദ ചപ്ചർകൂട്ട് ഫെസ്റ്റിവൽ? സോ ചപ്ചർകൂട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ റീസെൻ്റ്ലി സെലിബ്രേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? മിസോറാം ആണ്. സോ ചപ്ചർകൂട്ട് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് മിസോറാം ആണ്. അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഹൈലൈറ്റ്സ് ഓഫ് ചപ്ചർകൂട്ട് ഇസ് എ പോപ്പുലർ ബാംബു ഡാൻസ് കോൾഡ് ചെറോ. ഈ മിസോറാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ചെറോ എന്ന് പറയുന്നത്. ബാംബു പോൾസ് വെച്ചിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ്. ആൾക്കാരെ തറയിൽ ഇരുന്നിട്ട് അത് ആ ബാംബൂസ് ഇങ്ങനെ അനക്കി ഡാൻസ് ചെയ്യുന്നതാണ് ഈ ചെറോ എന്ന് പറയുന്ന ഡാൻസ് ഫോം. സോ ചെറോ എന്ന് പറഞ്ഞാലും മിസോറാമാണ്, ചപ്ചർകൂട്ട് എന്ന് പറഞ്ഞാലും മിസോറാമാണ്. ചപ്ചർകൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാംബു ഡാൻസ് ആണ് ചെറോ എന്ന് പറയുന്ന ബാംബു ഡാൻസ്. Now, 7th question. What is the name given to the new naval base of the Indian Navy on Minicoy Island in Lakshadweep Islands? So, പുതിയ ഒരു നേവൽ ബേസ് മിനിക്കോയ് ഐലൻഡ്സിൽ വന്നിട്ടുണ്ട്. ഈ നേവൽ ബേസിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ് പേര്? INS ജഡായു. INS ജഡായു ആണ് പുതിയ ഇന്ത്യൻ നേവിയുടെ നേവൽ ബേസ്, മിനിക്കോയ് ഐലൻഡിൽ വന്നിരിക്കുന്ന നേവൽ ബേസ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ ഇത് രണ്ടാമത്തെ നേവൽ ബേസ് ആണ്, ഇന്ത്യയുടെ സെക്കൻഡ് നേവൽ ബേസ് ആണ്. അഡീഷണൽ പോയിന്റ്സിൽ നോക്കാം. INS ജഡായു ഈസ് ഇന്ത്യാസ് സെക്കൻഡ് നേവൽ ബേസ് ഇൻ ലക്ഷദ്വീപ് ആഫ്റ്റർ INS ദ്വീപ് രക്ഷക് ഇൻ കവരത്തി. സോ ദാറ്റ് മീൻസ് കവരത്തിയിൽ ഓൾറെഡി നമുക്കൊരു നേവൽ ബേസ് ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? INS ദ്വീപ് രക്ഷക് എന്ന് പറയുന്നത്. ജഡായു എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ രണ്ടാമത്തതാണ്. പക്ഷെ അത് ഒരു ഐലൻഡിൽ നോക്കുമ്പം ആദ്യത്തെ മിനിക്കോയിലെ ആദ്യത്തതാണ് INS ജഡായു എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ നമുക്ക് വേറെയും കുറേ ഓപ്പറേറ്റിംഗ് ബേസസും റേഡർ സ്റ്റേഷൻസും ലക്ഷദ്വീപിലുണ്ട്. അതിൻ്റെ പേരാണ് INS ആന്ത്രോത്ത്, INS ബിത്ര, INS മിനിക്കോയ് എന്നൊക്കെ പറയുന്നത്. മിനിക്കോയ് ഐലൻഡ്സിൻ്റെ പ്രത്യേകത നോക്കുക. മിനിക്കോയ് ഐലൻഡ്സ് ഇസ് ദ സദേൺ മോസ്റ്റ് ഐലൻഡ് ഓഫ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ സദേൺ മോസ്റ്റ് ഐലൻഡാണ് മിനിക്കോയ് ഐലൻഡ്. 8th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ റീസെൻ്റ്ലി ലോഞ്ച്ഡ് അംബ്രല്ല ഓർഗനൈസേഷൻ ദാറ്റ് എയിംസ് ടു മോഡേണൈസ് ആൻഡ് സ്ട്രെങ്തൻ ദി urban cooperative banking sector benefiting banks and customers. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പുതിയതായിട്ടൊരു അംബ്രല്ല ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് urban കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടറിനെ മോഡേണൈസ് ചെയ്യുക, അതുവഴി ബാങ്കിനെയും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരെന്ന് പറയുന്നത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ urban കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. സോ urban കോപ്പറേറ്റീവ് ബാങ്ക്സിനാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. സോ ആ പേര് അവിടെ തന്നെയുണ്ട്, കൂട്ടത്തൊരു നാഷണൽ ആഡ് ചെയ്താൽ മതി. രണ്ടാമത്തത് എന്താണ് അതിനെ മോഡേണൈസ് ചെയ്യുന്നത്? അതിനെ ഫിനാൻസ് മോഡേണൈസ് ചെയ്യാണ്, അതിനെ ഡെവലപ്മെൻറ്റ് സെക്ടർ മോഡേണൈസ് ചെയ്യാണ്. സോ നാഷണൽ urban കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്
ഈ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ്റെ പേര്. ഇത് NUC-FDC എന്ന് നമ്മൾ പറയും. NUC-FDC ഹാസ് റിസീവ്ഡ് RBI's അപ്രൂവൽ. RBIയുടെ അപ്രൂവൽ കിട്ടി ആസ് എ ടു വർക്ക് ആസ് എ ഓർ ടു ഫംഗ്ഷൻ ആസ് എ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. ഒരു NBFC ആയിട്ട് ഇത് വർക്ക് ചെയ്യാവുന്നതാണ്, ഫംഗ്ഷൻ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് RBI അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ആസ് എ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഫോർ ദി urban കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ. സോ urban കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടറിനെ ഒന്ന് മോഡേണൈസ് ചെയ്യാനുള്ളതാണ് ഈ NUC-FDC എന്ന് പറയുന്ന പുതിയ അംബ്രല്ല ഓർഗനൈസേഷൻ. 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ദി PAS-1 സാറ്റലൈറ്റ് ഇൻ ടു ഓർബിറ്റ് ഫ്രം റഷ്യ? സോ PAS-1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഓർബിറ്റിലേക്ക് റഷ്യയുടെ സഹായത്തോടെ ഇട്ട രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇറാൻ. ഇറാനാണ് PAS-1 സാറ്റലൈറ്റ് ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഡിപ്ലോയിഡ് ദി PAS-1 റിമോട്ട് സെൻസിങ് ആൻഡ് ഇമേജിംഗ് സാറ്റലൈറ്റ്. സോ PAS-1ൻ്റെ ഉപയോഗം എന്താണ്? റിമോട്ട് സെൻസിങ്ങും അതേപോലെ തന്നെ ഇമേജിംഗ് സാറ്റലൈറ്റുമാണ്. ഇൻ ടു ഓർബിറ്റ് വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് റഷ്യ എന്ന് പറയുമ്പോൾ റഷ്യയുടെ ലോഞ്ചറാണ് യൂസ് ചെയ്തത്. സോയസ് 2.1B എന്ന് പറയുന്ന ലോഞ്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫ്രം റഷ്യ എന്ന് വന്നത്. ഓക്കെ, സോ റഷ്യ ഇറാനും തമ്മിലുള്ള ബന്ധം ഓർക്കുക. പാസ്. Now next one, name the AI platform introduced by Google's DeepMind team to transform the gaming industry and creative endeavors. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പുതിയതായിട്ടൊരു AI പ്ലാറ്റ്ഫോം ആര് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഗൂഗിളിൻ്റെ DeepMind ടീം. അപ്പം ഈ DeepMind എന്താ ഡീപ്പായിട്ട് ചിന്തിച്ചിരിക്കുന്നത്? ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യാം, ക്രിയേറ്റീവായിട്ടുള്ള എൻഡവേഴ്സ് കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ DeepMind ടീം ഒരു AI പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. AI പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് ജീനി, അല്ലേ? ജീനി എന്ന് പറയുന്നതാണ് അതിൻ്റെ പേര്. ആരാ കൊണ്ടുവന്നത്? ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ ടീം എന്താണ്? DeepMind. ഓക്കെ, എന്താണ് ഇതിൻ്റെ പേർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് interactive 2D വീഡിയോ ഗെയിംസ് ഫ്രം either ഇമേജ് പ്രോംപ്റ്റ്സ് ഓർ ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ. അതായത് ഇമേജ് പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി ഇൻ്ററാക്റ്റീവ് 2D വീഡിയോ ഗെയിം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ജീനിയുടെ പ്രത്യേകത. സോ നമ്മൾ ആ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ഗൂഗിളിൻ്റെ DeepMind ജീനി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ ഈ ഒരു സെഷനിൽ. വീണ്ടും 10 ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ടിൽ ദെൻ